പ്രവർത്തകരുടെ സമരക്കാരുടെ മേൽ സ്ത്രീകൾക്ക് മേൽ വെറുതെയുള്ള കേസുകൾ എടുക്കുന്ന പോലീസ്, നിങ്ങൾക്ക് ജനങ്ങളോട് വിചാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് അല്ലെങ്കിൽ നിങ്ങൾ ആ തലശ്ശേരി നഗരസഭയ്ക്കെതിരെ എന്ത് കേസെടുത്തു എന്ന് ജനങ്ങളോട് തിരിച്ചു പറയണം. ജനങ്ങളോട് പറയണം എന്ത് കേസാണ് എടുത്തത്. ലോകത്ത് തന്നെ ഉണ്ടാവാത്ത കാര്യമാണ്. മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളുക, അതും കടൽ ഭിത്തി പൊളിച്ചുകൊണ്ട്. ഒരുപക്ഷെ വമ്പിച്ച കുറ്റം ഇവിടുത്തെ നഗരസഭാ കൗൺസിലർമാരുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും നേതൃത്വത്തിൽ പേരിൽ ഉന്നയിക്കാൻ പറ്റുന്ന കർശനമായ കുറ്റമാണ് നഗരസഭാ അധികൃതർ ചെയ്തത്. പക്ഷെ പോലീസിനും ഉണ്ടാട്ടമില്ല. ഇവിടെ CPM-ഉം പോലീസും ഒരുമിച്ച് നിന്നുകൊണ്ട് സമരത്തെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ സമരം നടക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രചരണങ്ങൾ നടത്തി ആരും ചെവികൊള്ളുന്നില്ല എന്ന് തോന്നിയപ്പോൾ 3ാം ക്ലാസ്സിലെ പിള്ളേരുണ്ടല്ലോ, സ്കൂളിൽ പോകുന്ന പിള്ളേരിങ്ങനെ നല്ല കശുമാങ്ങ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മാമ്പഴം കണ്ടുകഴിഞ്ഞാൽ എറിയല്ലോ, അതേപോലെ മാമ്പഴം കണ്ടാൽ എറിയുന്നത് പോലെ അങ്ങിങ്ങായി CPM-ന്റെ പ്രവർത്തകര് ഒരു ഭാഗത്ത് ബൈക്കടിച്ചു ചേർക്കുന്നു. പൊതുജനാരോഗ്യ സമിതി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരു ധർണ സംഘടിപ്പിച്ചാൽ അവിടേക്ക് വേസ്റ്റ് കൊണ്ടിടുന്നു. വിശാല സമര മുന്നണി നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തിയാൽ ഗുണ്ടകളിറക്കി ആക്രമിക്കുന്നു. നാണില്ലല്ലോ സുഹൃത്തുക്കളെ. ഞാൻ തിരിച്ചും ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകളോട് നിങ്ങൾ ഇவ்விதം കാണിക്കുന്നുവെങ്കിൽ കേരളത്തിലെ ഭരണം കൈയാളിയ പാർട്ടി, ഇന്ത്യയിലെ പാർലമെന്റിൽ പ്രാതിനിധ്യമുള്ള പാർട്ടി, ബംഗാളിലും ത്രിപുരയിലും ഭരിച്ചിരുന്ന പാർട്ടി, ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് വരെ ഭരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പ്രചരണം നടത്തേണ്ടി വന്നുവെങ്കിൽ, നിങ്ങളുടെ ഗുണ്ടകളിറക്കി ആക്രമണം നടത്തേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ് എന്നാണ് എനിക്ക്